ഹായ് ഹലോ കേട്ടിട്ട് കാറ്റഗറി 4 മോക്ക് ടെസ്റ്റിലേക്കാണ്. പെഡഗോജിയും സൈക്കോളജിയാണെന്ന് നമ്മൾ നോക്കണേ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. കുട്ടി ഒരു ചെറിയ ശാസ്ത്രജ്ഞനാണ് എന്നഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി ജീൻ പിയാഷെ, ഓപ്ഷൻ സി എറിക് എറിക്സൺ, ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി ജീൻ പിയാഷെ, ഓപ്ഷൻ സി എറിക് എറിക്സൺ, ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. ഓപ്ഷൻ ബി ജീൻ പിയാഷെയാണ് ഉത്തരം. കുട്ടികൾ ലോകത്തെക്കുറിച്ച് സ്വന്തമായി അറിവ് നിർമ്മിക്കുന്നവരാണെന്ന് അദ്ദേഹം കരുതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. പഠന വൈകല്യങ്ങളിൽ ലേണിംഗ് ഡിസബിലിറ്റി ഡിസ്ഗ്രാഫിയ എന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ വായനയിലെ ബുദ്ധിമുട്ട്, ഓപ്ഷൻ ബി ഗണിതത്തിലെ ബുദ്ധിമുട്ട്, ഓപ്ഷൻ സി എഴുതാനുള്ള ബുദ്ധിമുട്ട്, ഓപ്ഷൻ ഡി കേൾവിക്കുറവ്. നമുക്കൊന്നുകൂടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വായനയിലെ ബുദ്ധിമുട്ട്, ഓപ്ഷൻ ബി ഗണിതത്തിലെ ബുദ്ധിമുട്ട്, ഓപ്ഷൻ സി എഴുതാനുള്ള ബുദ്ധിമുട്ട്, ഓപ്ഷൻ ഡി കേൾവിക്കുറവ്. ഓപ്ഷൻ സി എഴുതാനുള്ള ബുദ്ധിമുട്ട് അതാണ് ഉത്തരം. വായനയിലെ ബുദ്ധിമുട്ട് ഡിസ്ലെക്സിയ എന്നും ഗണിതത്തിലേത് ഡിസ്കാൽക്കുലിയ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വ്യക്തിത്വ വികാസത്തിലെ സൈക്കോസോഷ്യൽ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി കോൾബർഗ്, ഓപ്ഷൻ സി ഐസക്, ഓപ്ഷൻ ഡി എറിക് എറിക്സൺ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. വ്യക്തിത്വ വികാസത്തിലെ സൈക്കോസോഷ്യൽ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി കോൾബർഗ്, ഓപ്ഷൻ സി ഐസക്, ഓപ്ഷൻ ഡി എറിക് എറിക്സൺ. നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി എറിക് എറിക്സൺ ആണ്. 8 ഘട്ടങ്ങളിലൂടെയുള്ള വികാസത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടിക്ക് തനിയെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും മുതിർന്നവരുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ വൈഗോട്സ്കി വിശേഷിപ്പിച്ചത് എങ്ങനെ? ഓപ്ഷൻ എ സ്കാഫോൾഡിംഗ്, ഓപ്ഷൻ ബി ZBD, ഓപ്ഷൻ സി ഇക്വിലിബ്രിയം, ഓപ്ഷൻ ഡി അഡാപ്റ്റേഷൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഒരു കുട്ടിക്ക് തനിയെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും മുതിർന്നവരുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ വൈഗോട്സ്കി വിശേഷിപ്പിച്ചത് എങ്ങനെ? ഓപ്ഷൻ എ സ്കാഫോൾഡിംഗ്, ഓപ്ഷൻ ബി ZBD, ഓപ്ഷൻ സി ഇക്വിലിബ്രിയം, ഓപ്ഷൻ ഡി അഡാപ്റ്റേഷൻ. ഉത്തരം ഓപ്ഷൻ ബി ZBD ആണ്. ഈ വിടവ് നികത്താൻ നൽകുന്ന താൽക്കാലിക സഹായമാണ് സ്കാഫോൾഡിംഗ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഉൾക്കാഴ്ച പഠനം ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ തോണ്ടൈക്ക്, ഓപ്ഷൻ ബി പാവ്ലോവ്, ഓപ്ഷൻ സി വോൾഫ്ഗാങ് കൊഹ്ലർ, ഓപ്ഷൻ ഡി ഗാർഡ്നർ. ഉത്തരം ഓപ്ഷൻ സി വോൾഫ്ഗാങ് കൊഹ്ലർ ആണ്. ചിമ്പാൻസികളിൽ നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് ഇത് തെളിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഹെഡ്സെറ്റ് വെച്ചിട്ടോ ജോലി ചെയ്യുമ്പോഴോ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോയിസ് കേട്ട് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ബൈ.